ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കില്ല? അൽഹംദുലില്ലാ, ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് നമുക്ക് റൈസിൻ്റെ റെസിപ്പി നോക്കിയാലോ? പെട്ടെന്ന് വീട്ടിലൊരു വിരുന്നുകാരൊക്കെ വന്നാൽ നമ്മൾ മന്തിയൊക്കെ പുറത്തുനിന്ന് വാങ്ങല് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ തലേ ദിവസം തന്നെ അറിയണം വരുന്നതൊക്കെ. അപ്പോൾ മന്തിക്കൊക്കെ റെഡിയാക്കി വെക്കുക, അൽഫാമിനും. പക്ഷേ ഇത് അതിനൊന്നും ടൈമില്ലെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുക. എന്നാൽ മന്തിയുടെ ഒക്കെ ഒരു ടേസ്റ്റ്, അൽഫാമിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റുള്ള ഒരു റൈസാണ് ഇട്ടത്. അപ്പോൾ അതിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു, വീട്ടിലില്ലാത്ത അതൊക്കെ വാങ്ങിച്ചു. പിന്നെ അതുപോലെ തന്നെ റാഗി ഉഴുന്നൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നാളെ രാവിലേക്ക് നമുക്ക് റാഗിൻ്റെ ഇഡ്ഡലി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങിച്ചെടുത്തിട്ടുണ്ട്. എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കണേ. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യണേ. അപ്പോൾ ആദ്യം മസാല ഉണ്ടാക്കാനായിട്ട് നമുക്ക് മിക്സിയുടെ ഒരു വലിയ ജാറിലേക്ക് ഒരു 5 പച്ചമുളകും ഏകദേശം വലിയൊരു സവാള ആയിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. സവാള ചെറുതാണെങ്കിൽ ഒരു 1.5 വരെയൊക്കെ എടുക്കുക. അതുപോലെ തന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, ഈ ഒരു വലിപ്പത്തിലുള്ള, അതും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ഒരു പിടി പുതിനയിലയും മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ചേർക്കാനുള്ള ഒരു മസാലയും കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതെൻ്റെ കയ്യിൽ നിന്ന് വീഡിയോ മിസ്സായിപ്പോയി, ഞാൻ പറഞ്ഞു തരട്ടെ എന്തൊക്കെയാണ്. പിന്നെ ഇതാ ഇതുപോലെ ഇത്രയും വലിപ്പമുള്ള ഒരു ഇഞ്ചിയും ഏകദേശം ഒരു 10 അല്ലി വെളുത്തുള്ളിയോളം ചേർത്തിട്ടുണ്ട്. ചെറിയ വെളുത്തുള്ളി ആയിരുന്നു എൻ്റെ കയ്യിലുള്ളത്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്തിട്ട് ഇനിയിപ്പോൾ നന്നായിട്ട് അരച്ചെടുക്കണേ. ഇതാ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു മസാല എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിന്ന്, അതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം ഈ മിക്സിയുടെ ജാറിലിട്ടത് അരച്ചെടുക്കുക, എന്നിട്ട് ആ മസാലപ്പൊടിയും കൂടെ ചേർത്തിട്ട് അരച്ചെടുത്താണ് ഇത്. ആ മസാലയ്ക്ക് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിൽ ഒരു 5 ഏലക്കായ, 3 ഗ്രാമ്പു, ഒരു 3 കഷ്ണം പട്ട, 1 ടീസ്പൂൺ വലിയ ജീരകം, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയും ചേർത്തിട്ടാണ് ആ മസാല ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതും കൂടെ ചേർത്ത് അരച്ചെടുത്താണ്. ഇനിയിപ്പോൾ ഇതുപോലെ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് 1 കിലോ ചിക്കൻ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ച മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ആ മിക്സി കഴുകിയ വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. വളരെ കുറച്ച് വെള്ളം മതി, ചിക്കനൊക്കെ വെള്ളം ഇറങ്ങിയിട്ട് നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. ഏകദേശം 2 ടേബിൾ സ്പൂൺ വെള്ളമൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ, അതാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ മസാല ഉണ്ടാക്കുമ്പോൾ അതിൽ ചേർത്താലും മതി കേട്ടോ, ഞാനത് മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കല്ലുപ്പാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക, കൈ വെച്ചിട്ട് തന്നെ കുഴച്ചെടുക്കണേ. ഈ മസാല ചിക്കൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ടാവണം, അതുവരെ കുഴച്ചെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചിട്ട് നമുക്കിനി ഇത് അടുപ്പത്തേക്ക് മാറ്റി കൊടുക്കാം. ഈ സമയത്ത് തന്നെ ഞാൻ മറ്റൊരു അടുപ്പത്ത് ഇതുപോലെ ഒരു ബിരിയാണി പോട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഏകദേശം 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ എന്ന് വെച്ചിട്ട് ചെയ്യരുത് കേട്ടോ. അങ്ങനെ അതിലേക്ക് അതുപോലെ തന്നെ ഒരു 3 പട്ടൻ്റെ കഷ്ണം, ഒരു 3 ഗ്രാമ്പും 3 ഏലക്കായും കൂടെ ചേർത്തിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. ഇനിയിപ്പോൾ ഞാൻ ഈ അരച്ചത് ചേർക്കുന്നത് ഒരു സവാള, 1 കിലോ അരിയിലേക്ക് ഒരു സവാളയും ഒരു 5 വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്ത് അരച്ചെടുത്ത പേസ്റ്റാണ്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് ഈ ഒരു കളറാവുക. ഈ സമയം നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഞാനിതാ ഏകദേശം ഈ ഒരു പാത്രത്തിലായിരുന്നു അരി അളന്നിട്ടുണ്ടായിരുന്നത്. അതിന് 2 പാത്രം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം, അതാണ് കേട്ടോ ഞാൻ ചേർക്കാറ്. ഇടയ്ക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുതേ. ഇതാ നമുക്ക് കഴുകി വൃത്തിയാക്കി കുതിർത്ത് വെച്ച അരിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. ഒരു 20 മിനിറ്റ് കുതിർത്തിട്ടുണ്ടായിരുന്നു അരി. ബസ്മതി റൈസാണ്, അതുപോലെ തന്നെ വെള്ള ബസ്മതി റൈസാണ് കേട്ടോ. യെല്ലോ എടുത്താലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു 2 മാഗി ക്യൂബും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി അടച്ചു വെച്ച് വേവിക്കുക. അതിൻ്റെ ഇടയിൽ നമ്മൾ നേരത്തെ അടുപ്പത്ത് വെച്ച ചിക്കനില്ലേ, അത് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഞാൻ ഇളക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ പീസ് ചിക്കനും എടുക്കാം കേട്ടോ. കണ്ടോ, വെള്ളമൊക്കെ ചിക്കനിൽ ഇറങ്ങിയിട്ട് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ റൈസും വെള്ളമൊക്കെ വറ്റി റെഡി ആയിട്ടുണ്ട്. ആ സമയം ഞാൻ കുറച്ച് മഞ്ഞ കളറ് പാലിൽ ചേർത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കാം. ഏകദേശം ഒരു 3/4 വേവിലും അധികമായിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മൾ നന്നായിട്ട് മിക്സാക്കി കൊടുക്കേണ്ടത്. അതിനുശേഷം നമുക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാല ഇല്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ മസാലയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും അൽഫാമിൻ്റെ അതേ മസാലേൻ്റെ ടേസ്റ്റാണ് ഉണ്ടാവുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു അൽഫാം മന്തിയൊക്കെ കഴിക്കുന്ന അതുപോലെ തോന്നും നമുക്ക് ഈ റൈസ് കഴിക്കുമ്പോൾ. അങ്ങനെ ഇനി അടച്ചു വെച്ച് കുറച്ച് സമയം അങ്ങനെ ദമ്മിൽ വെക്കണേ. പിന്നെ ഇനിയിപ്പോൾ ഞാൻ കുളി നിസ്കാരം കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഈ സമയപ്പോഴേക്ക് അനീഫ്ക്കയും മക്കളൊക്കെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് മിക്സ് ആക്കുന്നതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നന്നായിട്ട് മിക്സ് ആക്കണം ആ മസാലയും റൈസും കൂടെ. അപ്പം ഈ ഒരു പാകത്തിലാണ് ഉണ്ടാവുക. ഇനിയിപ്പോൾ ഞാൻ കാണിച്ചു തരാം. കുറച്ച് മയോണൈസ് എടുത്തിട്ടുണ്ട്. ഞാൻ ഇത് ഉരുളക്കിഴങ്ങും പാലും വെച്ചിട്ട് ചെയ്ത മയോണൈസാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചൊന്നും ഉപയോഗിക്കുന്നതിന് കേടില്ല. അങ്ങനെ ഇനിയിപ്പോൾ ഞാൻ ചിക്കൻ്റെ സോഫ്റ്റൊക്കെ ഞാൻ കാണിച്ചു തരാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, എന്നാൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു റൈസാണ്. ഇനി ഞാൻ ഭക്ഷണം കഴിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.